നിങ്ങളുടെ മരണശേഷം നിങ്ങളുടെ പ്രോപ്പർട്ടിക്ക് എന്ത് സംഭവിക്കണം, ആർക്ക് കൈമാറണം എന്ന് തീരുമാനിക്കുന്നത് നിങ്ങളാണ്. ഇത് ഒരു വിൽ മുഖേന നിങ്ങൾക്ക് നടപ്പിലാക്കാവുന്നതുമാണ്. ഈ വിൽ രജിസ്റ്റർ ചെയ്യണമെന്നില്ല. രജിസ്റ്റർ ചെയ്ത വില്ലിനും രജിസ്റ്റർ ചെയ്യാത്ത വില്ലിനും ഒരേ വാലിഡിറ്റി തന്നെയാണ്. എന്നാൽ ഈ പ്രോപ്പർട്ടിക്ക് ഭാവിയിൽ എന്തെങ്കിലും ഇഷ്യൂ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ ഇഷ്യൂവിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പ്രോപ്പർട്ടി രജിസ്റ്റർ ചെയ്ത് വെക്കുന്നത് നല്ലതാണ്. എന്നാൽ ഒരു വില്ല് എഴുതി തയ്യാറാക്കുന്നതിന് മുമ്പ് പ്രോപ്പർട്ടിയുടെ ഓണർ മരണപ്പെട്ടാലോ? മരണപ്പെടുന്നത് ഒരു ഹിന്ദു ആണെങ്കിൽ ഹിന്ദു സക്സഷൻ ആക്ട് 1956 മുഖേനയും, മരണപ്പെടുന്നത് ഒരു മുസ്ലിം ആണെങ്കിൽ മുസ്ലിം പേഴ്സണൽ ലോ മുഖേനയും, മരണപ്പെടുന്നത് ഒരു ക്രിസ്ത്യാനിയാണെങ്കിൽ ഇന്ത്യൻ സക്സഷൻ ആക്ട് 1925 മുഖേനയും പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ചെയ്യാവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഒരു ഹിന്ദു സ്ത്രീയുടെ മരണം വിൽ ഉണ്ടാക്കുന്നതിന് മുൻപ് സംഭവിച്ചാൽ ആ പ്രോപ്പർട്ടി ഹിന്ദു സക്സഷൻ ആക്ട് 16-ാം വകുപ്പിൽ പറഞ്ഞിരിക്കുന്ന നിയമം അനുസരിച്ചായിരിക്കും വിഭജിക്കുന്നത്. ഒന്നാമതായി മകനും മകൾക്കും ഭർത്താവിനും. ഇനി മകനോ മകളോ ജീവിച്ചിരിപ്പില്ല എങ്കിൽ അവരുടെ മക്കൾക്കായിരിക്കും ആ പ്രോപ്പർട്ടി ട്രാൻസ്ഫർ ആകുന്നത്. ഇവരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ ആ ഷെയർ ഭർത്താവിൻ്റെ അവകാശികൾക്ക് ലഭ്യമാകും. ഇനി അവരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ പ്രോപ്പർട്ടി ഉടമയുടെ അമ്മയ്ക്കോ അച്ഛനും വന്നു ചേരുന്നതായിരിക്കും. ഇവരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരുടെ അച്ഛൻ്റെ അവകാശികൾക്ക് വന്നു ചേരും. അവരും ജീവിച്ചിരിപ്പില്ലെങ്കിൽ അവരുടെ അമ്മയുടെ അവകാശികൾക്ക് വന്നു ചേരും. ഈ പ്രോപ്പർട്ടി ലഭിക്കുന്നത് മരണപ്പെട്ട സ്ത്രീയുടെ മാതാപിതാക്കളുടെ കയ്യിൽ നിന്നാണെങ്കിൽ ഇവരുടെ ഭർത്താവോ മക്കളോ കൊച്ചുമക്കളോ ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും ഈ പ്രോപ്പർട്ടി തിരിച്ച് അവരുടെ അച്ഛനും അമ്മയ്ക്കും ചെന്ന് ചേരുന്നതാണ്. എന്നാൽ ഈ മരണപ്പെട്ട വ്യക്തിയുടെ പ്രോപ്പർട്ടി അവരുടെ ഭർത്താവിൻ്റെ അച്ഛൻ്റെ അമ്മയുടെ കയ്യിൽ നിന്നാണ് ലഭിക്കുന്നതെങ്കിലും ഇവരുടെ മക്കളും കൊച്ചുമക്കളും ആരും ജീവിച്ചിരിക്കുന്നില്ല എങ്കിലും ഈ പ്രോപ്പർട്ടി തിരിച്ച് ഭർത്താവിൻ്റെ അച്ഛനോ അമ്മയ്ക്കും ചെന്ന് ചേരുന്നതാണ്.